MSC എൽസ കപ്പൽ അപകടത്തിൽ നഷ്ടപരിഹാരത്തിന് കേസ് ഫയൽ ചെയ്യാൻ സംസ്ഥാനം. കപ്പൽ കമ്പനിയിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാൻ സിവിൽ കേസ് ഫയൽ ചെയ്യാൻ AGയോട് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, ഈ MSC എൽസ കപ്പൽ അപകടത്തിൽ ശക്തമായ നിയമ നടപടികളിലേക്ക് സംസ്ഥാനം കടക്കുകയാണോ? ഇപ്പോൾ നഷ്ടപരിഹാരത്തിന് സിവിൽ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുകയാണോ? മനു, ഏതായാലും MSCയുടെ എൽസ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിന് സാധിക്കുന്ന രീതിയിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ക്രിമിനൽ കേസും സിവിൽ കേസുമായി മുന്നോട്ട് പോകുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിമിനൽ കേസ് കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ നൽകിയ നിർദ്ദേശമാണ് AGക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ നഷ്ടപരിഹാരം ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിവിൽ കേസ് ഫയൽ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കണമെന്നുള്ള നിർദ്ദേശം AGക്ക് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി നൽകിയിരുന്നു. ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം കൃത്യമായ രീതിയിൽ ഉത്തരവ് മുഖേനയാണ് AGക്ക് നൽകിയിട്ടുള്ളത്. അതിൽ പറയുന്നത് ഈ നഷ്ടപരിഹാരം ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കേസ് അടിയന്തരമായി തന്നെ ഫയൽ ചെയ്യുക, അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുക, ഒപ്പം തന്നെ ഇതിന് ബദലായി തന്നെ MSCയുടെ മറ്റൊരു കപ്പൽ പിടിച്ചുവെക്കുന്നതിൻ്റെ സാധ്യത അത് കൂടി പരിശോധിക്കപ്പെടണം എന്നുള്ള കാര്യവും ഈ AGക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളിൽ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിന്റെ നടത്തിപ്പ്, മാരിടൈം കേസുകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിദഗ്ധ സംഘത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിയോഗിക്കണം എന്നുള്ള നിർദ്ദേശവും AGക്ക് നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ രീതിയിൽ സംസ്ഥാനത്തിന് സാധിക്കുന്ന രീതിയിലുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ AG തന്നെ നേരിട്ട് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് സംസ്ഥാനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഷ്ടപരിഹാരം ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സിവിൽ കേസ് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഹൈക്കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നഷ്ടപരിഹാരത്തിന്റെ കണക്ക് റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ റിപ്പോർട്ട് ഉടൻ തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കും എന്നുള്ള കാര്യവും ഇപ്പോൾ AG ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. ഷീജ, ശക്തമായ നിയമ നടപടികളിലേക്ക് സാധ്യമായ എല്ലാ കാര്യവും ചെയ്ത രീതിയിലേക്ക് സംസ്ഥാനം നീങ്ങുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ സിവിൽ കേസ് ഫയൽ ചെയ്യാൻ AGക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. വിവരങ്ങളാണ് ഷീജ തിരുവനന്തപുരത്ത് നൽകിയത്.